നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഈ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രി അറിയാതെ എല്ലാം എടുത്ത് കേരളം മുഴുവൻ വിറ്റുപോയി എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോർട്ട് മുഴുവൻ വിറ്റു, അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സത്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഉണ്ടാക്കുന്നതല്ലേ ഈ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ പ്രതിപക്ഷം ഇപ്പൊ ഇടതുപക്ഷമാണ്. അവരൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പേ സ്വയം ഭരണപക്ഷം തന്നെ ഒരു പ്രശ്നം ഉയർത്തി കാണിച്ചിട്ട് അവസാനം ഇത് ഷൂ എന്ന് പറഞ്ഞ് മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ളതാക്കി തീർത്ത് വിടക്കാക്കി തനിക്കാക്കുക എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനത്തെ ഒരു തന്ത്രമാണോ എന്നൊരു സംശയമുണ്ട്. കൂടുതൽ പണം വാങ്ങാനുള്ള ശ്രമമാണോ എന്ന് എനിക്കൊരു സംശയം. ഇത് പല പല ലക്ഷ്യങ്ങളുണ്ടാവും. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പഴയ വി ഡി സതീശന്റെ പണി എന്ന് വെച്ചാൽ ഈ മണി ചെയിനും അതുപോലെ തന്നെ പണം പലിശയ്ക്ക് കൊടുക്കലും ഒക്കെ ആയിരുന്നു. അത്തരക്കാർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. ഏത് വിഷയവും മാനിപ്പുലേറ്റ് ചെയ്യാനും സംസാരിക്കാനും അത് അവരുടേതായ രീതിയിൽ സംസാരിക്കാനും അറിയുന്നതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ തോമസ് ഐസക്ക് ചിലർക്ക് നമ്മളെ വല്ലാണ്ട് തെറ്റിദ്ധരിപ്പിച്ചു. അത്തരത്തിലൊരാളാണ്, ഭയങ്കര ധനകാര്യ വിദഗ്ധനാണ്, ഭയങ്കര ബുദ്ധിജീവിയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഈ വി ഡി സതീശൻ എന്നാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സതീശനും ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് അതൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ ഉയർന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങളൊന്നും സത്യത്തിൽ നമ്മൾ ഈ മറ്റേ ഉള്ളി തൊലിക്കുന്ന പോലെയാണ്. തൊലിച്ച് ചെല്ലുമ്പോൾ അകത്തൊന്നും കാണത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. അതായത് വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കേരള സർക്കാരിന്റെ കമ്പനി. കേരള സർക്കാർ 500 ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ ചെയ്ത് അദാനി എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിക്ക് ഈ സ്ഥലമടക്കം കൈമാറുന്നു. എന്നിട്ട് ഇതിന്റെ നിശ്ചിത ഓഹരികൾ അത് ഇത്ര വർഷം, അതായത് ഇത് നിർമ്മിച്ച് ഇതിന് സർക്കാർ കുറച്ച് പണം അങ്ങോട്ട് കൊടുത്ത് ബാക്കി അദാനി ഇട്ട് ഇത് നിർമ്മിച്ച് ഇടുന്ന പണം പോർട്ട് നടത്തി അദാനി തിരിച്ചെടുക്കും. നടത്തിപ്പ് അവകാശം മാത്രമേ ഉള്ളൂ. നടത്തിപ്പ് അവകാശത്തിന് വേണ്ടുന്ന അനുമതിയാണ് അദാനിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദാനി അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ കരാർ ഉണ്ടാകുന്നത്. അന്നിത് ആദ്യം 30 വർഷം എന്ന് പറഞ്ഞ് പിന്നെ അത് 40 ആക്കി. ആ 40 വർഷം എന്ന് പറയുന്നത് നടത്തിപ്പ് അവകാശം മാത്രമാണ് കമ്പനിക്ക്. 40 വർഷം. അതെല്ലായിടത്തും അങ്ങനെ. ഇപ്പൊ നമ്മള് ഈ റോഡില് മറ്റേ ഇത് നിർമ്മിച്ചാലുണ്ടല്ലോ, മറ്റേ ചെക്ക് പോസ്റ്റുകളും അതുപോലെ ചെക്ക് പോസ്റ്റ് അല്ല, മറ്റേ ടോള് കൊടുക്കുന്ന പോലെ തന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിലെല്ലാം പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ഇവിടെ കപ്പലുകളാണ് വരുമ്പോ അവര് അതിന്റെ ലാഭവിഹിതം അദാനിക്ക് കിട്ടുന്നു. അദാനി ആ ലാഭവിഹിതം എടുത്തിട്ട് സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക അടയ്ക്കുന്നു. ബാക്കി അദാനിയുടെ ലാഭം അത് 40 വർഷം കൊണ്ട് അദാനി ഈ മുടക്കിയ തുകയും അതിന്റെ പലിശയൊക്കെ ഇതിൽ നിന്ന് തിരിച്ചു പിടിക്കണം. ഇതാണ് കണ്ടീഷൻ. ഇപ്പൊ ഇങ്ങനെ ചെയ്ത അദാനി ഏതാണ്ട് ഇപ്പം തുറമുഖത്തിന്റെ 1ാം ഘട്ടമൊക്കെ പൂർത്തിയായി. ഇനിയും പക്ഷേ വികസനം ആവശ്യമുണ്ട്. ഇനിയും പോർട്ട് കുറെ കൂടെ വിപുലമായ രീതിയിൽ മുന്നോട്ട് പോകണം. ഏതാണ്ട് അതിന് 20,000 കോടി രൂപയുടെ നിക്ഷേപം വേണം. അപ്പൊ 20,000 കോടി രൂപ നിക്ഷേപിക്കാൻ എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. അദാനി ഒട്ട് തയ്യാറുമല്ല. അപ്പൊ അദാനി അവരുടെ കയ്യിൽ വേണമെങ്കിൽ ചെയ്യാമല്ലോ. അല്ല, അങ്ങനെയല്ല അദാനി ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ എന്താന്ന് വെച്ചാല് നമുക്കറിയാം, അദാനി എന്ന് പറയുന്നത് സത്യത്തിൽ അദാനിക്ക് തുറമുഖം നിർമ്മിച്ചോ നടത്തിയോ വലിയ അനുഭവ സമ്പത്തൊന്നുമില്ല. അദാനി പല വിദേശ കമ്പനികളുമായിട്ട് ചേർന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലേ? അത് അവരുടെ കാര്യം. അപ്പോൾ അദാനി ഇവിടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത്, ഒന്നാമത് കേരളമാണ്, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ചു കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു തൊഴിൽ വാണിജ്യ സംസ്കാരം, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു വ്യവസായ രീതികൾ അങ്ങനെയാണ്. സത്യത്തിൽ ലോകത്ത് എവിടെയെങ്കിലും ഈ വ്യവസായ ശ്മശാനം കാണണമെങ്കിൽ അത് കേരളത്തിലോട്ട് വന്നാൽ മതി. വ്യവസായങ്ങളുടെ ശവപ്പറമ്പാണ് കേരളം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി വരുത്തണം. അതായത് അദാനി പോർട്ട് ആദ്യം ഇപ്പോ അത് ആ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. സെക്കൻഡ് ഫേസിലാണ് ഇപ്പോൾ ഈ ആദ്യത്തെ ഉടമ്പടി പ്രകാരം 40 വർഷം തന്നെയാണ് അദാനിയുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ പോർട്ടിന്റെ സെക്കൻഡ് ഫേസ് സ്വന്തം ചെലവിൽ നടപ്പിലാക്കിയാൽ 20 വർഷം കൂടി അദാനിക്ക് അതിന് ആവശ്യപ്പെടാം. അപ്പോൾ 40, 20, 60 വർഷത്തേക്ക് അദാനിക്ക് ഇത് ആവശ്യപ്പെടാം. ഇപ്പോൾ അതുകൊണ്ടാണ് ഒരു പക്ഷേ
അങ്ങനെ പൈസ മുടക്കണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ 20 വർഷത്തേക്ക് മറ്റൊരു കമ്പനി, ആ കമ്പനി സർക്കാരിൻ്റെ ഷെയർ അല്ല വിൽക്കുന്നത്. സർക്കാരിന് 51%, 49% അദാനിയുടെ ഷെയർ, അദാനിയുടെ കമ്പനി, ആ കമ്പനിയിൽ നിന്നാണ് അദാനി വിൽക്കുന്നത്. അതിനെന്താണ് കേരള സർക്കാരിൻ്റെ പ്രശ്നം എന്ന് എൻ്റെ ചോദ്യം. അല്ല, അതിന് കേരള സർക്കാരിൻ്റെ പ്രശ്നം ഇത് അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷെയറുകളല്ല. അദാനിക്ക് 49% ഷെയർ ഉണ്ട് വിഴിഞ്ഞത്ത്, സമ്മതിച്ചു. പക്ഷെ അത് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അദാനി എന്താ ചെയ്തത്? ഇപ്പൊ ഈ പറയുന്ന പോലൊന്നും അല്ല. ഇവിടെ ഈ കാള പെട്ടെന്ന് കേട്ട ഉടനെ കയറെടുക്കുകയാണ് പിണറായി വിജയൻ. സർക്കാരല്ല, ഞാൻ മനസ്സിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. സംസ്ഥാന സർക്കാരുമായിട്ട് അതിനൊരു ബന്ധമില്ല. അല്ല, സംസ്ഥാന സർക്കാരുമായിട്ടും ബന്ധമുണ്ട്. സംസ്ഥാന സർക്കാർ വഴിയേ കേന്ദ്രത്തിലേക്ക് പോകാൻ പറ്റും. അദാനിക്ക് നേരിട്ട്, കാരണം അദാനി കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടല്ല എടുത്തിരിക്കുന്നത്. കേന്ദ്രം ചെയ്തിരിക്കുന്നത് എന്താണ്? പാരിസ്ഥിതിക അനുമതി, അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതെല്ലാം കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ പകരം കേന്ദ്രത്തിനും ഒരു ചെറിയ ശതമാനം ഓഹരി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അദാനിക്ക് ഈ ഓഹരി കൈമാറ്റം നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അനുമതികൾ ആവശ്യമാണ്. അപ്പൊ അതിനാദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ധാരണാപത്രം. ഇപ്പൊ ഷെയർ വാങ്ങാൻ ഒരാൾ വന്ന്, നമ്മൾ സാധാരണ ഈ വസ്തു കച്ചവടം ചെയ്യുന്നത് പോലെയോ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന പോലെയോ അല്ല ഇത്. അപ്പോൾ ഇതിന് സെബി എന്ന് പറയുന്ന നമ്മുടെ ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇതിന്റെ അനുമതിയൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ കുറെ കടമ്പകളുണ്ട് ഇതിനകത്ത്. ഇത് ചുമ്മാ നമ്മുടെ രാജ്യത്ത് ഞാൻ മനസ്സിലാക്കുന്ന പ്രാരംഭ ഘട്ടത്തിലുള്ള ചർച്ചകളും ധാരണാപത്രവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ല, അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചുമ്മാ എടുത്തങ്ങ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സെബിയുടെ അനുമതി വേണം. സെബിയുടെ അനുമതി വേണമെങ്കിൽ നിങ്ങളുടെ ഷെയർ എടുക്കാൻ പോകുന്ന ആളാരാ? ഇപ്പം ഞാനൊരു ദിവസം രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഷെയർ അങ്ങ് വിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ സെബി പറയും പോയി പണിയൊക്കടാന്ന് പറയും. അപ്പോൾ എനിക്ക് എൻ്റെ ഷെയർ വാങ്ങാൻ ആളുണ്ട്. കാരണം ഇതൊരു സർക്കാർ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന കാര്യമല്ലേ. ഇന്ത്യ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുപോലെ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല, ഇത് ഒരു തന്ത്രപ്രധാനമായ പ്രതിരോധ വിഷയവും കൂടിയാണ് വിഴിഞ്ഞം പോർട്ട്. അല്ലാതെ വിഴിഞ്ഞം പോർട്ട് കേവലം ഈ കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും കയറ്റാനും ഇറക്കാനും ഉള്ള ഒരു സ്ഥലം മാത്രമല്ല. വലിയ കപ്പലിൽ കണ്ടെയ്നർ വന്നു, അതിനെ എടുത്ത് ചെറിയ കപ്പലിൽ വെച്ചു വിട്ടു. അത് മാത്രമല്ല, വിഴിഞ്ഞം വളരെ തന്ത്രപ്രധാനമായ ഒരു എന്താ പറയുക പ്രതിരോധ മേഖലയാണ്. അവിടെ തീർച്ചയായിട്ടും പ്രതിരോധ വകുപ്പിൻ്റെ ഒക്കെ അനുമതി ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ അദാനി ഇപ്പൊ വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വീഡൻ ബേസ്ഡ് ഒരു കമ്പനിയാണ്. പിന്നെ MSC അല്ലെ, പിന്നെ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ഈ കമ്പനിയുമായിട്ട് അദാനിക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടണമെങ്കിൽ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കണം. ആ ധാരണ ഉണ്ടാക്കിയിട്ട് അദാനിയുടെ 49% ഷെയർ വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്, അതിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങളായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, തുറമുഖത്തിന്റെ ബേസ് തയ്യാറായി കഴിഞ്ഞു. ഇനി തുറമുഖത്ത് പുതുതായിട്ടൊന്നും ചെയ്യണ്ട. പകരം ഞങ്ങൾ ഈ 49% ഷെയർ വാങ്ങിച്ച് പണം അദാനിക്ക് കൊടുക്കുമ്പോൾ അദാനി തുറമുഖത്തിന്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ അദാനി വികസിപ്പിച്ചോളും. ഞങ്ങളും അദാനിയായിട്ട് ഇത്ര വർഷത്തെ കരാർ, ഈ ഷെയർ വാങ്ങുന്നതിലൂടെ ഞങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതിന്റെ ഒരു ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ധാരണാപത്രം വെച്ചുകൊണ്ടേ അദാനിക്ക് മറ്റു കേന്ദ്ര അല്ലല്ല സംസ്ഥാന സർക്കാരിനോട്, കാരണം സംസ്ഥാന സർക്കാരാണല്ലോ വിഴിഞ്ഞം കൈമാറിയിരിക്കുന്നത്, സംസ്ഥാന സർക്കാരിന് ഇത് രേഖാമൂലം അറിയിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഷെയർ ഫ്ലോട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഷെയർ വിൽക്കാൻ പോകുന്നു, നിങ്ങളുടെ അനുമതി വേണം, മറ്റു നടപടികൾ സ്വീകരിക്കണം, അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നാവശ്യപ്പെട്ട് ഇത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവിടുന്ന് ഇത് കേന്ദ്ര സർക്കാരിന് അനുമതി വേണം. ഇത് സെബിയിലൊക്കെ പോകുന്ന സാധനമാണ്. അപ്പോൾ ഇത് ചീഫ് സെക്രട്ടറിയാണ്, സ്റ്റേറ്റിന്റെ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറിക്കാണ് ഈ കത്ത് കൊടുക്കുക. അദ്ദേഹം ഇത് മന്ത്രിസഭാ യോഗത്തിൽ വെക്കണം. തുറമുഖ മന്ത്രിയെ അറിയിച്ച് വകുപ്പ് മന്ത്രാലയം വഴി, ഇപ്പോൾ സ്റ്റേറ്റ് ആയതുകൊണ്ട് മന്ത്രാലയമല്ല, ആ വകുപ്പ് വഴി അത് മന്ത്രിസഭാ യോഗത്തിന്റെ ചർച്ചയിൽ വരും. മന്ത്രിസഭാ യോഗമാണ് തീരുമാനിക്കുന്നത് ഇത് വയബിൾ ആണോ അല്ലയോ. അപ്പോൾ ഇവർ പറയുന്നത് ഈ MSC എന്ന് പറയുന്ന കമ്പനി, ഒരു സ്വീഡിഷ് കമ്പനി, 13,500 കോടി രൂപയ്ക്ക് ഷെയർ വാങ്ങാം എന്നാണ് പറയുന്നത്. അപ്പോൾ അദാനി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ 2ാം ഘട്ടം 49% അതായത് അദാനിയുടെ കയ്യിലുള്ള ഷെയറുകൾ, ഫുൾ ഷെയർ അല്ല, 49% ഒരു നിശ്ചിത ശതമാനം എന്നുള്ളത്. അപ്പോൾ അവർ 13,500 കോടി രൂപ ഇവരിൽ നിന്ന് കിട്ടും. നമുക്ക് ഇതിന്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ നമുക്ക് ചെയ്യാം
എന്ന് പറഞ്ഞ് അദാനി ഇതിൻ്റെ വിശദമായല്ല, ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല, വിശദമായൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കും. ചീഫ് സെക്രട്ടറി മന്ത്രിസഭയിൽ വയ്ക്കും. മന്ത്രിസഭ ഇവിടുന്ന് ഇത് വയബിളാണ്, കുഴപ്പമില്ല, നമുക്കിത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ നാടിന് നല്ലതാണ്, എന്തായാലും നമ്മൾ കൂടുതലൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഈ 49% കളിയേ ഉള്ളൂ. 51% കേരള സർക്കാരിൻ്റെ തന്നെ ആയിരിക്കുന്നത്. അപ്പൊ ആര് വന്നാലും പോയാലും ആ 49-ന്റെ 51%, അതായത് 26% വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ, അത്രയും ഷെയർ ആയിക്കോട്ടെ. അല്ല, അവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 49% കളിയേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും കൂടെ കയ്യിലാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ മന്ത്രിസഭ ആലോചിച്ച് ഇതിനകത്ത് യഥാർത്ഥത്തിലെ പ്രശ്നം, ഇതൊരു പ്രശ്നമായി ഉയർന്നു വരുന്നതിന് മുമ്പ്, മന്ത്രിസഭ തീരുമാനിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ ഈ വി ഡി സതീശൻ ഈ കിടന്ന് ബഹളം വെക്കുന്നത്, വി ഡി സതീശൻ സതീശനേക്കാൾ കൂടുതൽ ബഹളം വെക്കുന്നത് സത്യത്തിൽ ഈ ഇവിടുത്തെ പ്രതിപക്ഷമല്ലേ. പ്രതിപക്ഷമാണ് ഇത് വിറ്റു തൊലച്ചു, അദാനി അല്ല, ഇത് രണ്ട് ബാർഗൈനിങ്ങിനുള്ള മാർഗമായി അദാനി എഴുതി, തുറമുഖം തീരെഴുതി എന്നൊക്കെയാണ് പറയുന്നത്. വിശദാംശങ്ങൾ ആർക്കും അറിഞ്ഞൂടാ. അതായത് എപ്പോഴും പഠിക്കാനൊട്ട് തയ്യാറാണ്. പിന്നെ പഠിച്ചാലും ആടിനെ പട്ടിയാക്കുന്ന തന്ത്രം എടുക്കും. അങ്ങനെ അത് വരുമ്പോൾ അങ്ങനെ മന്ത്രിസഭയിൽ വന്നു, മന്ത്രിസഭ വയബിൾ ആണെന്ന് കണ്ടു. അവരിത് കേന്ദ്ര സർക്കാരിന് എഴുതണം. കേന്ദ്ര സർക്കാരാണ് ഈ പറഞ്ഞതുപോലെ സെബി, ഗിബി, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇതിനകത്ത് ഇടപെടാനുണ്ട്. അവരെല്ലാം ഇടപെട്ട് പ്രതിരോധ മേഖല ഉൾപ്പെടെ ആരെങ്കിലും ഒരാൾ ഒബ്ജക്ഷൻ പറഞ്ഞാൽ ഇത് നടക്കില്ല. അപ്പൊ അവിടെ എല്ലാം ക്ലിയറൻസ് വേണം. ഇതൊന്നും ക്ലിയറൻസ് ചുമ്മാ അല്ല. അവിടെ നരേന്ദ്രമോദി ഭരിക്കുന്നു. നരേന്ദ്രമോദി ഗൗതം അദാനിയുടെ അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ മച്ചമ്പിയാണ്, അതുകൊണ്ട് ഇതിന് അനുമതി കിട്ടും എന്ന് എന്തൊരു പോഴത്തരമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ നരേന്ദ്രമോദി ചില പദ്ധതികൾ അദാനിക്ക് ഏൽപ്പിക്കുന്നു, കേരള സർക്കാർ ചില പദ്ധതികൾ അദാനിക്ക് ഏൽപ്പിക്കുന്നു. അപ്പൊ കേരളത്തിൽ വരുമ്പോൾ അദാനി നല്ലയാളും ബൂർഷ അല്ലാത്ത ആളും, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുമായി ബന്ധമുള്ള ആളും, നരേന്ദ്രമോദി ഏതെങ്കിലും പ്രോജക്റ്റുകൾ, ഈ പ്രോജക്റ്റ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവനല്ലേ എടുക്കാൻ പറ്റും. കേരളത്തിലെ കമ്പനികൾക്കോ അല്ലെ മറ്റു കമ്പനികൾക്കോ അതിനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ എടുക്കുന്ന ഈ കമ്പനികൾ വിദേശ കമ്പനികളുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ അപൂർവ സാധനങ്ങളെ ഇന്ത്യയിലുള്ളൂ. ഒരു LNTയോ ഒരു ടാറ്റയോ ഒക്കെ ഉള്ളൂ. ബാക്കി അദാനി എന്നൊക്കെ പറയുന്നത് പുതിയ, അതായത് കടന്നു വന്നിട്ട് എത്ര 10-20 വർഷമേ ആയുള്ളൂ ഈ രംഗത്ത്. ഒരു വലിയ എന്താ പറയാ, വലിയ ഗെയിം കളിക്കാൻ അത്ര താക്കത്തുള്ളവരല്ല, അത്ര കരുത്തുള്ളവരല്ല. അപ്പൊ അവര് വിദേശ കമ്പനികളുമായിട്ട് കൊളാബറേഷനിൽ വന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുള്ളൂ. നമ്മളിപ്പോ ഈ തുറമുഖം എന്ന് പറഞ്ഞാൽ ഈ ബഹളം വെക്കുന്ന ഈ കനേഡിയൻ കമ്പനി SNC അന്വേഷിച്ചു പോയെന്തിനായിരുന്നു? അതെന്തിനായിരുന്നു? അപ്പൊ കുഴപ്പമില്ല. അല്ല, ഇവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് നടപ്പാക്കാൻ കനേഡിയൻ കമ്പനിയുടെ സഹായം, അതിന്റെ അറ്റകുറ്റപ്പണിക്ക് കനേഡിയൻ കമ്പനിയെ വിളിച്ചത് എന്തിനാണ്? മലബാർ ക്യാൻസർ സെന്ററിന് പണം വാങ്ങിക്കാൻ ട്രൈ ചെയ്തത് എന്തിനാണ്? അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ പിന്നെ വിഴിഞ്ഞം UDF ഗവൺമെന്റും മോദിയും ചേർന്ന് അദാനിക്ക് തീരെഴുതി. അദാനി അതിനെ പിന്നെ ഒരു സ്വീഡിഷ് ഒരു വിദേശ കമ്പനി. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാവുന്നത്, യഥാർത്ഥത്തിൽ ഈ കരാർ നടക്കുമെന്ന് ഇവർക്ക് തന്നെ അറിയാം, ഈ കരാറിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഇപ്പൊ അദാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി കുറച്ച് പൈസ വാങ്ങിച്ചെടുക്കാനുള്ള VD സതീശന്റെ ഇടതുപക്ഷക്കാരുടെ തന്ത്രം. ഇടതുപക്ഷക്കാർക്കാണ് സകലമാന പിന്നെ പണികളും സാമ്പത്തിക മാർഗങ്ങളും അടഞ്ഞിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. മുനിസിപ്പാലിറ്റിയിൽ ഭരണമില്ല. കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ഇടപാടുകളും VV രാജേഷ് അടച്ചു വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ കൈമടക്ക് കിട്ടുന്നതും എല്ലാം ഇനി അഴിമതി നടത്താൻ, അപ്പൊ അഴിമതി നടത്താൻ പറ്റുന്നില്ല. അപ്പോ സംസ്ഥാനത്ത് ഭരണമില്ല, കൂടുതൽ MP മാരില്ല. ഡൽഹിയിലോട്ട് ചെന്നാൽ അവിടെ ഓഫീസിന് കറണ്ട് ചാർജ് അടയ്ക്കാൻ കാശില്ല. അപ്പൊ പിന്നെ ഉള്ള കഴിഞ്ഞ 10 വർഷത്തെ കാശുകൾ മുഴുവൻ പിണറായി വിജയനും മോളുടെ പേരിലാക്കി കഴിഞ്ഞു. മകളുടെയും മകന്റെയും ഒക്കെ പേരിൽ, മകന്റെയും അച്ഛന്റെയും മരുമകന്റെയും ഒക്കെ പേരിലാക്കി കഴിഞ്ഞു. അപ്പൊ പിന്നെ പാർട്ടിക്ക് കാശില്ല. അപ്പൊ ഇനി ഇത്തരത്തിലുള്ള അദാനി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിന്ന് അദാനിയെ, എനിക്ക് തോന്നുന്നു അതാണ് ഉള്ളൂ, ബക്കറ്റുമായിട്ട് വീണ്ടും ഇറങ്ങുക, ബക്കറ്റ് വിരിവ് നടത്തുക മാത്രമേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അല്ല, ഇപ്പൊ പണിയൊന്നുമില്ല. ഇപ്പൊ രാവിലെ എണീറ്റ് എല്ലാവരും കുളിച്ചൊരുങ്ങി പിന്നെ കോർപ്പറേഷന്റെ മുമ്പിൽ വന്നിരിക്കും. അപ്പൊ ബക്കറ്റുമായിട്ട് പതുക്കെ ഇറങ്ങിയാൽ മതി. കാരണം ഇവർക്ക് എവിടെയെങ്കിലും പോകണ്ടേ. ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നവര് നാട്ടുകാർ കനിഞ്ഞു വല്ലതും തന്നാലായി. അത് തന്നെ, അതാണ് ഇനി സംഭവിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഒരു ദോഷവശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. തീർച്ചയായിട്ടും ഒരു വിദേശ കമ്പനിക്ക് ഇങ്ങനെ 49% ഷെയർ കൊടുക്കുമ്പോൾ അത് സുരക്ഷാ പ്രശ്നങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം.
അത് പരിശോധിച്ച് ലൂപ്പ് ഹോൾസ് എല്ലാം അടച്ച് കരാർ തയ്യാറാക്കുമ്പോൾ ഇവരുടെ ഷെയർ വിൽക്കുമ്പോൾ ഈ 13,500 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാം, അപ്പോൾ അവർക്ക് അവരുടെ അധികാര പരിധി നിശ്ചയിക്കണം. മനസ്സിലായില്ലേ? ആ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചാൽ മതി എന്ന് പറയേണ്ടത് സർക്കാരാണ്. അത് കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അതിനപ്പുറം രാജ്യസുരക്ഷയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതവിടെ കഴിഞ്ഞു. രണ്ടാമത്തത് ഈ പിന്നെ ഒരു പ്രധാനപ്പെട്ട വളരെ ലോകത്തിൽ ഈ കണ്ടെയ്നർ മൂവ്മെന്റിന്റെ 21% കയ്യിൽ വെച്ചിരിക്കുന്ന, അതായത് 21% അവരാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള MSC എന്ന് പറയുന്ന കമ്പനി വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ മറ്റ് കമ്പനികൾ വിഴിഞ്ഞത്ത് വരുമോ എന്നൊരു ആശങ്കയുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് പ്രതിപക്ഷം ഉയർത്തി കാണിക്കേണ്ടത്. ഇവിടുന്ന് VD സതീശൻ അടക്കമുള്ളവർ, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ള ആൾക്കാർ, MLA-മാര്, മന്ത്രിമാര് ഒക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഈ കമ്പനി ഇവിടെ കടന്നു വന്നു, ശരിയാണ് 13,500 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് 20,000 കോടി രൂപ ആവശ്യമുണ്ട് ഈ ഇതിന്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ പൂർത്തിയാക്കാൻ. അപ്പോൾ അതൊക്കെ നടക്കും. നമ്മൾ തുറമുഖമൊക്കെ വലിയ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടു. പക്ഷെ കണ്ടെയ്നർ ഈ പറഞ്ഞ പോലെ ഈ കമ്പനിയുടെ കണ്ടെയ്നർ മാത്രമേ വരുള്ളൂ എങ്കിൽ വേറെ ഒരുപാട് ബാക്കി 79% വേറെ കിടക്കുകയല്ലേ, അവർ വരണ്ടേ ഇങ്ങോട്ടേക്ക്. അപ്പൊ അത് വരുമോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് ഉറപ്പ് വരുത്തേണ്ടത് ഈ കമ്പനി, അതായത് MSC എന്ന് പറയുന്ന കമ്പനി വിഴിഞ്ഞം അദാനിയുമായിട്ടുണ്ടാക്കുന്ന ധാരണ എന്താണെന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മളൊരു കാര്യം തിരിച്ച് ഞാൻ പറയട്ടെ, ഒരു വാദത്തിന് വേണ്ടി, അദാനിക്ക് എന്ത് കാര്യം, അദാനിക്ക് ലാഭമാണ് ആവശ്യം. അദാനിക്ക് വിഴിഞ്ഞം വളർന്നാൽ എന്ത്, വളർന്നില്ലെങ്കിൽ എന്ത്, അദാനിയുടെ ലാഭം വാങ്ങിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞാലോ? അപ്പൊ അങ്ങനെയല്ല, നമ്മൾ രണ്ടു വശവും ചിന്തിക്കണം. അദാനി ഈ പറയുന്ന പോലെ നമ്മളെ ഒരു കുരുക്കി കൊണ്ടാക്കരുത്, നമുക്കും അദാനിയെ കുരുക്കാൻ താല്പര്യമില്ല. പക്ഷെ ഇവിടെ വികസനം വരികയും വേണം. ഇപ്പൊ വികസനം വരണമെങ്കിൽ പണം പുറത്തുനിന്ന് വന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഈ പണം നിക്ഷേപിക്കുന്നവൻ അവൻ്റെ പണം സുരക്ഷിതമായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഞാനോ ശ്രീലയോ 1 രൂപ കൊണ്ടുപോയി വെറുതെ കളയും? നമ്മളൊരു ചൊല്ല് തന്നെ ഉണ്ട്, ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്ന്. അതുപോലെ ഈ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവൻ, 13,500 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവൻ 1,35,000 കോടി ലാഭം ഉണ്ടാക്കണം ആഗ്രഹത്തോടു കൂടിയാ വരുന്നത്, അല്ലെ? അവൻ വെറുതെ വരത്തില്ല. അപ്പോൾ അങ്ങനെ ലാഭം ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്യാൻ പാടില്ല, നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കരുത്. പണ്ട് ഇതുപോലെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തിന് വന്ന അവസാനം കണ്ണുറന്ന് നോക്കിയപ്പം ഒരു ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും ഇത് മുഴുവനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ വരരുത്. ഇങ്ങനെയൊക്കെയുള്ള, ഞാനിത് ഒരു തമാശയ്ക്ക് പറഞ്ഞാണ്, എങ്കിലും ഈ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാകരുത്. അപ്പോൾ ഇവർ വരുമ്പോൾ മറ്റ് കണ്ടെയ്നർ കമ്പനികൾ ഇങ്ങോട്ട് വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത്. കാരണം ഇത് വലിയൊരു മത്സരാധിഷ്ഠിത ലോകമാണ്, ഒരു മത്സരാധിഷ്ഠിത മേഖലയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഇവിടെ ആലോചിക്കേണ്ട കാര്യങ്ങൾ. സുരക്ഷാ പ്രശ്നം ഞാൻ പറഞ്ഞു. അതുപോലെ ഈ സർക്കാരിൻ്റെ അനുമതി ഇക്കാര്യത്തിൽ എവിടം തൊട്ടാണ് ആവശ്യം? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അദാനി അവരുമായിട്ട് ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഓഹരി കൈമാറ്റം ചെയ്യുക എളുപ്പമല്ല. അദാനിക്ക് ഒരു ദിവസം കൈമാറാൻ ആരാണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ഒന്നും നടക്കില്ല. അപ്പോൾ അവിടെ ഈ സർക്കാർ എവിടം തൊട്ടാണ് ഇടപെട്ട് തുടങ്ങേണ്ടത്? ഈ കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ ഈ പറഞ്ഞതുപോലെ വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. ചുരുക്കം പറഞ്ഞാൽ അദാനിയെ നമ്മൾ ഈ കഴുത്തിൽ കുടുക്കിട്ട് പിടിക്കണ്ട, പക്ഷെ അദാനിയുടെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം. അദാനി അതാണല്ലോ നമ്മുടെ കയ്യിലാണല്ലോ ഷെയർ കൂടുതൽ, കേരളത്തിലെ സർക്കാർ കമ്പനിയെ കൂടുതൽ ഷെയർ. അദാനിയെ കംപ്ലീറ്റ് അദാനിയെ ഏൽപ്പിച്ചിട്ട് അദാനിക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ള അതല്ല, മറിച്ച് സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ട് മാത്രമേ. ഇപ്പോൾ ഈ കാര്യങ്ങളിലല്ല, ഇപ്പോൾ നമുക്ക് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ, കാളവറ്റു കയറെടുത്തു. പിണറായി വിജയൻ തുടങ്ങി ഇങ്ങോട്ട് ഈ ഏറ്റവും പുതിയ ചാനൽ ബിഗ് ടിവിയിലെ വരെ റിപ്പോർട്ടർ വരെ അയ്യോ വിഴിഞ്ഞ അദാനി കൊണ്ടുപോയേ, വിഴിഞ്ഞ അദാനി വിറ്റ് തൊലച്ചേ എന്നാണ് പറയുന്നത്. അതല്ല, വാസ്തവത്തിൽ ഈ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ധാരണാപത്രം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് അവർ ഒപ്പിടുക പോലും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയൊക്കെ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്, അല്ലാതെ ഇതൊന്നും പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ
നമുക്ക് നിക്ഷേപം, വിദേശ നിക്ഷേപം വരണം, പുതിയ ടെക്നോളജി വരണം. ഈ പുതിയ ടെക്നോളജി വിദേശത്ത് എവിടെയെങ്കിലും നല്ല ടെക്നോളജി ഉണ്ട്, അത് നമ്മുടെ പരിസ്ഥിതിക്ക് അങ്ങേയറ്റം ദോഷം കുറച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ സ്വീകരിക്കണം. അതിനെയൊന്നും ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത്. നമ്മൾ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ അത് നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഒപ്പം ഇവിടെ തൊഴിൽ ലഭ്യത ഉണ്ടാകണം, നമ്മുടെ നാട് പുരോഗമിക്കണം. ഈ എന്താ പറയുക, ലോകം ഒരു മത്സരാധിഷ്ഠിത ലോകത്ത് രാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ നമ്മൾ പുറകിലാകാൻ പാടില്ല, നമ്മൾ അവരോടൊപ്പം തന്നെ നിൽക്കണം. അതുകൊണ്ട് സ്വകാര്യ മേഖലയെ പരിപൂർണമായിട്ടും തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നേറ്റവും സാധ്യമല്ല. എന്നാൽ ആ സ്വകാര്യ മേഖലയും സർക്കാരും പൊതുമേഖലയും ഒക്കെ ആയിട്ട് സഹകരിച്ചു പോകുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ എല്ലാം പൊതുമേഖലയിലേ ഉണ്ടാക്കുകയുള്ളൂ, ഒന്നും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന അതൊരു തട്ടുപൊളിപ്പൻ രീതിയും സിദ്ധാന്തവും ഒക്കെയാണ്. അങ്ങനെയല്ല, സ്വകാര്യ മേഖലയ്ക്ക് ഇടതുപക്ഷം ആദ്യം എതിർക്കുമെങ്കിലും എല്ലാം സമ്മതിക്കുന്നത്. കമ്പ്യൂട്ടർ അവരാണ് ഏറ്റവും വലിയ കമ്പ്യൂട്ടർ തൊട്ടിങ്ങോട്ട് തുടങ്ങിയതല്ലേ, സ്വകാര്യ പ്രോത്സാഹകര് അവരാണ്, ഇടതുപക്ഷക്കാരാണ്. എന്നിട്ട് ഇതെല്ലാം വിറ്റ് തൊലയ്ക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ വിറ്റ് തൊലയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് അതിലൊന്നും അങ്ങനെയുള്ള വാഗ്വാദങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. വിഴിഞ്ഞം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞം പുരോഗമിക്കണം, അതൊരു വലിയ ഒരു പോർട്ടായിട്ട് മാറണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. നമ്മുടെ കേരളത്തിൻ്റെ തലവര മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ കരുത്തോടും കൂടി അത് പ്രവർത്തന സജ്ജമാകണം. അതിനു വേണ്ടുന്ന നമുക്ക് അനുകൂലമായ രീതിയിൽ, നമുക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ ആ കാര്യങ്ങളെ സമർത്ഥമായിട്ട് ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. അതിന് സർക്കാർ ഇവിടെ നീതി നിഷേധിക്കപ്പെടരുത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ ലഭിക്കണം. അതിന് നീതി നിഷേധിക്കാതെ, അവർക്ക് നീതി നിഷേധിക്കാതെ ഭൂമി ഏറ്റെടുത്ത കൃത്യമായി നഷ്ടപരിഹാരം കൊടുക്കണം. ലോജിസ്റ്റിക്സിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കണം. ഹെക്ടർ കണക്കിന് ഭൂമി അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ അവിടെ കുടിയൊഴിപ്പിക്കലൊക്കെ വേണ്ടി വന്നേക്കാം, നമുക്കറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അർഹിക്കുന്ന നഷ്ടപരിഹാരം, അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയരായ ആൾക്കാർക്ക് ജോലി, അവർ കേപ്പബിൾ അല്ലെങ്കിൽ അവരെ കേപ്പബിൾ ആക്കണം, അവരെ പരിശീലിപ്പിക്കണം, അവർക്ക് നൈപുണ്യ പരിശീലനം നൽകണം. അങ്ങനെ അവരെ തീർച്ചയായിട്ടും ഈ വികസനത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ നമ്മുടെ ആൾക്കാർ തന്നെയായി മാറണം. ആ തരത്തിൽ അദാനിയും സർക്കാരും യോജിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ.